തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലെ തുമ്മനപ്പള്ളി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ആ ഒരു ഗ്രാമത്തിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വലിയ ഒരു പാറയുണ്ട്. അവിടുത്തെ ഒരു ലോക്കൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആളുകൾ ഈവനിങ് ടൈമിൽ അങ്ങോട്ട് പോകുന്നതും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതും അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ചില ആളുകൾ ഇതേപോലെ തന്നെ രഹസ്യമായിട്ട് ഇരുന്നിട്ട് മദ്യപിക്കാനൊക്കെ പോകുന്ന ഒരു സ്ഥലം തന്നെയാണത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 18, 2025 പതിവ് പോലെ തന്നെ ആ ഒരു കുന്നിൻ്റെ സൈഡിലൂടെ കുറച്ച് ആളുകൾ ഇങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ കുറേയധികം കാക്കകളും മറ്റൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെ കാക്കകളെയും മറ്റൊന്നും കാണാറില്ല. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടൊരു ക്യൂരിയോസിറ്റി വരികയാണ്, എന്താണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത്. അങ്ങനെ കുറച്ച് ആളുകൾ അവിടെ കയറി നോക്കുകയും ചെയ്തു. അവരവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. കുറേ ബിയർ ബോട്ടിലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പൊടിയും മറ്റും കിടക്കുന്നുണ്ടായിരുന്നു. വേറൊന്നും ആയിരുന്നില്ല, അത് കീടനാശിനികളും മറ്റുമായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് ഷോക്കായ ഗ്രാമവാസികൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാർ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പോൾ മരിച്ചു കിടന്നിരുന്ന ആൾ ആരാണ്, എന്താണ് ആൾക്ക് സംഭവിച്ചത്, അതേപോലെ തന്നെ പോലീസുകാരെങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസീൻ ദിസ് സൈഡ്. വിവരം പറഞ്ഞ പോലീസുകാരും അതേപോലെ തന്നെ ഫോറൻസിക് ടീമും മറ്റൊക്കെ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ അവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യാണ്. അതേപോലെ തന്നെ ഫോറൻസിക് ടീമും അവരുടെ തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സെപ്റ്റംബർ 17 ഈവനിങ് ടൈം വരെ അവർ അതിലൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. എന്നാൽ ആ സമയത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒന്നും തന്നെ അവർ കണ്ടെന്നിട്ടുണ്ടായിരുന്നില്ല. പോലീസുകാർ നോക്കുമ്പോൾ സെപ്റ്റംബർ 17 രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഇയാൾ വന്നിട്ടുണ്ടാവാം. അതിനുശേഷമായിരിക്കാം ഇയാൾ തൻ്റെ സ്വന്തം ജീവൻ എടുത്തിട്ടുണ്ടാവാം. ഫോറൻസിക് ടീം മറ്റേ ആംഗിളിൽ കൂടെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇയാൾ തൻ്റെ സ്വന്തം ജീവൻ എടുത്താണോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നുള്ള രീതിയിലൊക്കെ അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമതൊരാളുടെ പ്രസൻസ് കണ്ടെത്താനായിട്ട് ഫോറൻസിക് ടീമിനെ കൊണ്ട് സാധിച്ചില്ല. ഫോറൻസിക് ടീമുകാർ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ബിയർ ബോട്ടിൽസും കാണുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൗഡറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അത് കീടനാശിനികളാണെന്നും മറ്റൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോഴത്തേനും ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ഇയാൾ മരിച്ചിട്ട് കുറച്ചധികം നേരമായിട്ടുണ്ടെന്നും അതായത് കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ടായിരുന്നുവെന്നും അതേപോലെ തന്നെ ആളുടെ വയറിൻ്റെ അകത്ത് ഒരുപാട് ആൽക്കഹോൾ ഉണ്ടായിരുന്നെന്നും അതേപോലെ തന്നെ ഈ ഒരു പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആൽക്കഹോൾ ആയിരുന്നു ഇയാൾ കുടിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. യെസ്, ഈ ഒരു കീടനാശിനിയും അതുപോലെ തന്നെ ബിയറും മിക്സ് ചെയ്ത് കുടിച്ചിട്ടായിരുന്നു ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു കൺഫർമേഷനിലോട്ടാണ് ലാസ്റ്റ് പോലീസുകാർ എത്തിയത്. അപ്പോൾ ആളുടെ ഉള്ളിലുള്ള ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രത്തോളം കീടനാശിനിയും കാര്യങ്ങളൊക്കെ ആൾ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാളുടെ ഈ ഒരു ആത്മഹത്യയുടെ പിന്നാലെ പോകാനായിട്ട് പോലീസുകാർ തുടങ്ങുകയാണ്. അപ്പോൾ ആരാണ് ഇയാൾ, എന്തിനാണ് ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്? ആ ഗ്രാമത്തിലുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അത് ആരാണെന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ധനുഷ് കുമാർ എന്നായിരുന്നു ആളുടെ പേര്. ആൾ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. ലീവിന് വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് ആൾ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായത്. അതാദ്യം തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ആളുടെ ബോഡി പരിശോധിച്ചപ്പോൾ ആളുടെ പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പേഴ്സിൽ ആളുടെ ആർമിയുടെ ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നാട്ടുകാർ ആളുടെ വീട് തൊട്ടടുത്താണ് എന്നുള്ള രീതിയിൽ പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസുകാർ വീട്ടുകാരെയും മറ്റുമൊക്കെ വിവരം അറിയിക്കുന്നത്. വിവരമറിഞ്ഞ വീട്ടുകാർ ആകെപ്പാടെ ഷോക്കായി പോവുകയാണ്. ഇന്നലെ വരെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരുന്നിരുന്ന ഒരാളാണ് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ പോരാത്തതിന് ഈ ഒരു ധനുഷ് കുമാറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. ജസ്റ്റ് ഒരു 6 മാസങ്ങൾക്ക് മുൻപ് മാത്രമായിരുന്നു ആളുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ആൾ നയിച്ചിരുന്നതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. വിവരം പറഞ്ഞ ധനുഷ് കുമാറിൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ്. ആളുടെ ഭാര്യയായിട്ടുള്ള അനിതയ്ക്ക് കരച്ചിലടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് ആകെപ്പാട് ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും തൻ്റെ ഹസ്ബൻഡ് എന്താണ് ഈ കാണിച്ചത് എന്നുള്ളൊരു രീതിയിലായിരുന്നു അവരുടെ ആ ഒരു മുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പോലീസുകാർ നോക്കുമ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത് പോലീസിന് കൺഫേം ആയി. പക്ഷേ എന്തിനാണ് ഇയാൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്? പിന്നെ ഇയാൾ സാധാരണ ഒരാളല്ല, ഒരു ആർമി ഉദ്യോഗസ്ഥനാണല്ലോ. അപ്പോൾ ആളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആൾ ഓഗസ്റ്റിലാണ് അവിടെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴത്തേനും ലീവ് കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോകേണ്ട ആളാണ്. എന്നാൽ ആൾ കറക്റ്റ് ആളുടെ ലീവിൻ്റെ സമയം കഴിഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൂടെ ആൾ നാട്ടിൽ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടായത്. പിന്നെ ആർമിയിലെ ആളുടെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ട്രക്ക് ഓടിക്കുന്ന ജോലിയായിരുന്നു. അതായത് ആർമിയിലൊരു ഡ്രൈവറായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോർഡർ സൈഡിലൊക്കെ പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ 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 ആർമിയുടെ കോൺവോയും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഡ്രൈവറായിട്ട് ജോബ് ചെയ്യുന്ന ഒരാളായിരുന്നു ആള്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ കാരണമാണോ ആൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ആളുടെ ജോലിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്രത്തോളം പ്രഷർ ആൾക്ക് വരാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു അസംഷനിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. സോ ഇത് ജോബ് പ്രഷർ കൊണ്ടുണ്ടായ ഒരു സൂയിസൈഡ് അല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ആൾ ജമ്മു കാശ്മീരിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത്രയും കാലങ്ങളായിട്ടും അവിടെ നിന്ന് യാതൊരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ശത്രുക്കളുണ്ടോ എന്നുള്ളൊരു രീതിയിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ആർമിയിലോ അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലോ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള വല്ല ശത്രുക്കളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അത്തരത്തിലുള്ള ശത്രുക്കളൊന്നും തന്നെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസുകാർ പല 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 ആംഗിളുകളിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അവസാനം പോലീസിന് ഒരാളുടെ നേരോട്ടാണ് എത്താനായിട്ട് സാധിച്ചത്. അത് വേറെ ആരും ആയിരുന്നില്ല, ആളുടെ ഭാര്യയായിട്ടുള്ള 23 വയസ്സുള്ള അനിതയുടെ നേരോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അതിനുള്ള കാരണവും ഉണ്ടായിരുന്നു. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നേരെ സൈബർ ടീമിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ഫോണിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ അഴിച്ചു. അതേപോലെ തന്നെ ലാസ്റ്റ് കോൾസ്, മെസ്സേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയപ്പോൾ ആൾ അവസാനമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ആളുടെ ഭാര്യയായിട്ടുള്ള അനിതക്കായിരുന്നു. യെസ്, ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു തൻ്റെ വൈഫായിട്ടുള്ള അനിതക്ക് ആൾ അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഈ ഒരു മരണത്തിൻ്റെ കാരണക്കാരി അനിതയാണെന്നുള്ളത്. ഉടനെ തന്നെ അനിതയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. എന്താണ് നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡായിട്ടുള്ള ധനുഷ് കുമാറിനും ഇടയിലുണ്ടായിരുന്ന പ്രശ്നം, എന്തിനാണ് ആൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അനിതയുടെ അടുത്ത് ചോദിക്കുകയാണ്. പോലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ അനിത പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാരും അതുപോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും നടുങ്ങി പോവുകയായിരുന്നു. നമ്മൾ ഈ ഒരു ധനുഷ് കുമാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് കുറച്ച് വർഷങ്ങളായിട്ട് ആർമിയിലാണ്. അതേപോലെ തന്നെ ആൾക്ക് വിവാഹപ്രായവും കാര്യങ്ങളൊക്കെ എത്തിയ സമയത്ത് വീട്ടുകാർ ആൾക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാനായിട്ട് തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ പെണ്ണ് നോക്കിയെന്നുണ്ടെങ്കിലും പെട്ടെന്നുകൊണ്ട് തന്നെ ഒരു കല്യാണമൊന്നും ആൾക്ക് സെറ്റായില്ല. മെയിനായിട്ടുള്ളൊരു റീസൺ ആൾ ആർമിക്കാരനാണ് എന്നുള്ളത് തന്നെയായിരുന്നു. ആർമിയിലുള്ള ഒരാളാണ്, ജീവനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല, എങ്ങനെയാണ് മകളെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു പാരൻസിനൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് എപ്പോഴും ലീവൊന്നും കിട്ടില്ല. ചിലപ്പോൾ എന്താ പറയുക, കൊല്ലത്തിൽ 2 തവണ 1 തവണയൊക്കെ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മകൾ എന്തായാലും ഇവിടെ നാട്ടിൽ നിൽക്കണം, ഹസ്ബൻഡ് എന്തായാലും ആ ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് ഡിലേ വരികയാണ് ആളുടെ മാരേജിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനിത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന വരുന്നത്. ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആർമിക്കാരനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും ഫാമിലി തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു. അവസാനം ഇവരുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരി 16, 2025 ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിയുകയും ചെയ്തു. ധനുഷ് കുമാറും ഹാപ്പിയായി, അനിതയും ഹാപ്പിയായി. ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയങ്ങളിൽ വളരെ സ്മൂത്തായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജാനുവരി ലാസ്റ്റൊക്കെ ആയിരുന്നു ഈ ഒരു കല്യാണത്തിൻ്റെ ലീവിന് വേണ്ടിയിട്ട് ധനുഷ് കുമാർ വന്നിട്ടുണ്ടായിരുന്നത്. കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരു 1.5 മാസത്തെ ലീവ് ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ലീവ് കഴിയുന്നത് വരെ ഭാര്യയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അതേപോലെ തന്നെ വിരുന്നുകൾക്കൊക്കെ പോയി, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ആൾ അവിടെ നിന്ന് തിരിച്ച് നേരെ ജോലിക്കായിട്ട് പോയിട്ടുണ്ടായത്. യെസ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഭാര്യയെ പിരിഞ്ഞിങ്ങേരി നേരെ ജമ്മു കാശ്മീരിലോട്ട് പോവാണ്. അവിടെ എത്തിയപ്പോൾ തുടങ്ങിയിട്ട് ആൾ തൻ്റെ ഭാര്യയെ വിളിക്കാനും അതേപോലെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ല രീതിയിൽ ഭാര്യയെ മിസ് ചെയ്യാണ്. അതായത് പെട്ടെന്നുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു റിലേഷനോ കാര്യങ്ങളൊന്നും ആൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആർമിയിൽ ജോലിയിട്ട് പിന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ അവിടെ ഇതേപോലെ തന്നെ അവിടുത്തെ ജോലികൾ ചെയ്യുക, അതേപോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സോർട്ട് ചെയ്യുക, പിന്നെ നാട്ടിലോട്ട് ലീവിന് വരിക. അങ്ങനെയായിരുന്നു ആളുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ കല്യാണം കഴിയുന്നതും ഇതേപോലെ തന്നെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ വരുന്നതും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് കുറച്ച് നാൾ നാട്ടിൽ താമസിക്കുന്നതും. അങ്ങനെ ആള് ഭാര്യ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. സ്ഥിരമായിട്ട് ഇതേപോലെ തന്നെ ഭാര്യയെ ആള് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ നിന്ന് വിളിക്കാനും തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതായത് ഈ ഒരു ധനുഷ് കുമാർ എപ്പോൾ വിളിച്ചാലും അനിതയുടെ ഫോൺ ബിസി ആയിരുന്നു. മെജോറിറ്റി ടൈമിലും അനിതയുടെ ഫോൺ ബിസി ആയിരിക്കും. ഇതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ധനുഷ് കുമാർ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അനിത ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അനിത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്കിപ്പ് ആവാറായിരുന്നു പതിവ്. അതേപോലെ തന്നെ വാട്സാപ്പിലും മറ്റൊക്കെ ഇയാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും റിപ്ലൈയും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം സമയവും ഈ സ്ത്രീ ഓൺലൈനിലും ഉണ്ടാകാറുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. കല്യാണം കഴിഞ്ഞുള്ള ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഞാനിങ്ങോട്ട് വന്നതിന് ശേഷം അവർക്ക്
എന്നോട് വിളിക്കാനും തോന്നുന്നില്ല, അതേപോലെ തന്നെ എൻ്റെ മെസ്സേജിന് റിപ്ലൈ അയക്കുന്നില്ല, എന്താണ് ഇഷ്യൂ എന്നുള്ളത് ആളുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആളങ്ങനെ തൻ്റെ പാരൻസിനെ വിളിച്ചപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കുകയാണ്, അനിത എങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പോയതിന് ശേഷം ഇവിടെ അങ്ങനെ നിൽക്കാറൊന്നുമില്ല, കുറച്ച് ദിവസം ഇവിടെ നിൽക്കും, അതിനുശേഷം അവളുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് നിൽക്കും, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് അവൾ നിൽക്കുന്നത്, അല്ലാതെ ഇവിടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു ധനുഷ് കുമാറിന്റെ പാരൻസ് ആളുടെ അടുത്ത് പറഞ്ഞത്. ഇവിടെ നിന്നാണ് ധനുഷ് കുമാറിന് തൻ്റെ ഭാര്യയുടെ മേൽ ചില സംശയങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. തൻ്റെ സ്വന്തം ഭാര്യയാണ്, സംശയിക്കാനൊന്നും പാടില്ല എന്നുള്ളത് ആളുടെ ഉള്ളിൽ എത്രത്തോളം ആ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനെക്കാട്ടിലൊക്കെ മുകളിലായിട്ട് അവരുടെ ചില പ്രവർത്തികൾ കാരണം അവരുടെ അടുത്ത് ഇങ്ങനെ സംശയം തോന്നുകയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഫുൾ ടൈം ബിസിയാണ്, ഫോണിൽ ഓൺലൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇയാളുടെ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കുന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ തൻ്റെ വീട്ടിൽ വളരെ കുറച്ച് ദിവസം നിൽക്കുന്നുള്ളൂ, ഭൂരിഭാഗം സമയവും അവരവരുടെ സ്വന്തം വീട്ടിലൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിന് ചിന്തകളും കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാതെ ജമ്മു കാശ്മീരിൽ ദിവസങ്ങൾ ഈ ഒരു ധനുഷ് കുമാർ തള്ളി നീക്കുകയാണ്. അവസാനം ആളുടെ സുഹൃത്തുക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഭാര്യ ഇതേപോലെ തന്നെ ഞാൻ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നില്ല, പിന്നെ ഫോൺ മിക്കവാറും സമയങ്ങളിൽ ഹോൾഡാണ്, പിന്നെ ഓൺലൈനായിട്ട് കാണുന്നുണ്ടെങ്കിലും എനിക്ക് റിപ്ലൈ അയക്കുന്നില്ല, എനിക്കെന്തോ സംശയവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നുള്ളത് സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളും പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കുകയും, പെണ്ണുങ്ങളെ കാര്യമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആളെ സമാധാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ സംശയമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, നിങ്ങൾ അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമോ എന്നുള്ളത് സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, അതിന് മുൻപത്തെ അവളുടെ ലൈഫിനെ കുറിച്ച് കയറി ഞാൻ കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ആദ്യത്തെ സമയങ്ങളൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇങ്ങനൊരു പ്രശ്നം ഇപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഇതിനിടയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ എന്നുള്ളത് സുഹൃത്തുക്കളുടെ അടുത്ത് ഇയാൾ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ലാസ്റ്റ് സുഹൃത്തുക്കളും പറഞ്ഞു, ഓക്കെ, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അന്വേഷിച്ച് നോക്കാം, നീ പേടിക്കൊന്നും വേണ്ട, വേറെ സീനൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിൽ ഇയാളുടെ അടുത്ത് ഇയാളുടെ സുഹൃത്തുക്കൾ പറയുകയായിരുന്നു. അങ്ങനെ ധനുഷ് കുമാറിൻ്റെ സുഹൃത്തുക്കൾ വളരെ രഹസ്യമായിട്ട് അനിതയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ അനിത ഒരുപാട് വർഷങ്ങളായിട്ട് ഒരാളായിട്ട് പ്രണയത്തിലായിരുന്നു. ആ ഒരു പ്രണയത്തിനെ കുറിച്ചിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം. അത് വേറെ ആരും ആയിരുന്നില്ല, അവരുടെ സിസ്റ്ററിൻലോയുടെ ബ്രദറായിരുന്നു. യെസ്, അവരുടെ സിസ്റ്ററിൻലോയുടെ പേര് ഗോമതി എന്നായിരുന്നു. ഗോമതിയുടെ ബ്രദറായിട്ടുള്ള അൻപ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ടായിരുന്നു ഇവർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു വിവരം ധനുഷ് കുമാർ അറിയുകയാണ്. കല്യാണത്തിന് മുൻപ് പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, എന്നാൽ കല്യാണത്തിന് ശേഷവും അത് കീപ്പ് ചെയ്തുകൊണ്ട് പോരുകയാണോ എന്നുള്ളൊരു തോട്ട് ഇയാൾക്ക് ഉണ്ടാവുകയാണ്. അതായത് ഫുൾ ടൈം ഇവരുടെ ഫോൺ എൻഗേജ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പിൽ ഓൺലൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇയാൾ ഇങ്ങനെ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാനായിട്ട് തുടങ്ങി. ഇയാൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. എന്നാലും ഇയാൾ ഇതിനെക്കുറിച്ചൊന്നും അനിതയുടെ അടുത്ത് ചോദിച്ചില്ല, എല്ലാ ആളുടെ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. ആളങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഓഗസ്റ്റിൽ ആൾ ലീവിന് വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് സംസാരിച്ച് ശരിയാക്കണം, അല്ലാതെ ഇത് വേറെ ആരെ അറിയിക്കേണ്ട, ഇവൻ തൻ്റെ അച്ഛനെ അമ്മനെ സുഹൃത്തുക്കളെ പോലും അറിയിക്കേണ്ട എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആൾ ഇതേപോലെ തന്നെ ലീവ് എടുത്തെങ്കിൽ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായത്. എത്രയൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തന്നെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ ഓടി വരും, തന്നെ വന്ന് കെട്ടിപ്പിടിക്കും, ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കും, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ആൾ ജമ്മു കാശ്മീരിൽ നിന്ന് വണ്ടി കയറിയത്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ സ്ഥിതിഗതികളൊക്കെ വേറെ ആയിരുന്നു. ആൾ വന്നത് കണ്ടിട്ട് ആളുടെ ഭാര്യയ്ക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് അവരവരുടെ കാര്യം അന്വേഷിച്ച് പോവാണ്. അതേപോലെ തന്നെ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എന്തിനാടാ നീ ഇപ്പോൾ കയറി വന്നത് എന്നുള്ളൊരു തരത്തിലുള്ള എക്സ്പ്രഷനായിരുന്നു അവർക്ക് ഉണ്ടായത്. അതായത് ഇത്രയും മാസങ്ങൾക്ക് ശേഷം തൻ്റെ ഹസ്ബൻഡ് വന്നതിൻ്റെ യാതൊരു സന്തോഷം അവരുടെ ഉള്ളിലുണ്ടായിരുന്നില്ല എന്നുള്ളത് ആ മുഖത്ത് കറക്റ്റായിട്ട് പ്രകടമായിരുന്നു. പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കൂടെ നിന്നിട്ട് ആ സമയത്തൊക്കെ നല്ല രീതിയിൽ നിന്നിട്ട് പിന്നെ ഹസ്ബൻഡ് പോയിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവരുടെ മൈൻഡും അതേപോലെ തന്നെ എന്താ പറയുക, അവരുടെ എക്സ്പ്രഷൻസും അതേപോലെ തന്നെ അവരുടെ പ്രവൃത്തികളും എല്ലാം തന്നെ അത്തരത്തിലായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ രാത്രി ബെഡ്റൂമിൽ ഫിസിക്കലി ഇൻവോൾവ് ആവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, എന്നെ വെറുതെ വിടുക എന്നുള്ള രീതിയിൽ അനിത ഈ ഒരു ധനുഷ് കുമാറിനെ ഒഴിവാക്കി വിടായിരുന്നു. അതായത് ഫിസിക്കലിയും ഇവർ തമ്മിലൊന്നും നടക്കുന്നില്ല, അതേപോലെ തന്നെ ഇമോഷണലിയും ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ
എന്താണ് ഇങ്ങനെ, ഇവളെൻ്റെ ഭാര്യയായിട്ട് എന്താണ് ഇവൾ ഇങ്ങനെ കാണിക്കുന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ആളുടെ മൈൻഡിലെ ചിന്ത. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് വേറെ ആരെ അറിയിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വൈഫുമായിട്ടുള്ള ബന്ധം മര്യാദക്കാക്കി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. എന്നാലും ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയണം എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അനിത കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് കയറിയ ടൈമിൽ അനിതയുടെ ഫോൺ എടുത്ത് ഇയാൾ നോക്കുന്നത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇയാൾ കാണുന്നത്. അതായത് അൻപെന്ന് പറയുന്ന ആ ഒരു പയ്യനുമായിട്ട് സ്ഥിരമായിട്ട് ഒരു എന്താ പറയുക വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് പ്രണയത്തിലുള്ള ആളുകളുടെ കോൺവെർസേഷൻസ് പോലെയായിരുന്നു അവരുടെ കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഫോണിൻ്റെ ഗാലറിയും മറ്റൊക്കെ കയറി നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇയാൾ കാണുകയാണ്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഇയാൾ ആകെപ്പാടെ പതറിപ്പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അവസാനം താൻ സംശയിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് ഇയാൾക്ക് ബോധ്യമാവുകയാണ്. ഇയാൾ ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ജമ്മു കാശ്മീരിൽ ഇതേപോലെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഇവരുടെ സ്വന്തം വീട്ടിലോട്ട് പോവുകയും അതേപോലെ തന്നെ ആ ഒരു പയ്യനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എന്തിനാണുള്ള എന്നെ കല്യാണം കഴിച്ചത് എന്നുള്ളതായി ഇയാളുടെ ചിന്ത. അവസാനം ഇതൊന്നും തൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. എന്നാലും ആൾക്ക് ആളുടെ ഭാര്യനെ ഒഴിവാക്കണമെന്നോ ഡിവോഴ്സ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ആൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആൾ ഈ അനിതയുടെ പാരൻസിനെ കണ്ടിങ്ങായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല. അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കല്യാണത്തിന് ഞങ്ങൾ സമ്മതിച്ചത് തന്നെ. അതായത് ഒരു ആർമിക്കാരനെ കല്യാണം കഴിക്കണമെന്ന് അവൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചു തന്നത്, അല്ലാതെ ഞങ്ങൾ നിർബന്ധിപ്പിച്ചിട്ടൊന്നുമല്ല ഇതിനെ കൊണ്ട് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത്. അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതായിരുന്നു അനിതയുടെ പാരൻസിൻ്റെ നിലപാട്. ഇയാൾ നോക്കുമ്പോൾ അനിതയുടെ പാരൻസ് അങ്ങനെ പറയുന്നു. ഈ അനിതയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇയാളില്ലാത്ത സമയത്ത് ആളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ ഇയാൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞിങ്ങായിട്ട് ആ ഒരു സ്ത്രീയെ ഡിവോഴ്സ് ചെയ്തിങ്ങായിട്ട് വേറൊരു കല്യാണം കഴിച്ചിങ്ങായിട്ട് മുന്നോട്ട് പോകാനുള്ള മൈൻഡും കാര്യങ്ങളൊന്നുമില്ല. ആകപ്പാടെ സത്യത്തിൽ തകർന്നു പോയ ആ ഒരു സമയത്താണ് ആൾ തൻ്റെ സ്വന്തം ജീവൻ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നതും. അതേപോലെ തന്നെ ആൾ ആ ഒരു പാറയുടെ മുകളിലോട്ട് കുറേ ബിയർ ബോട്ടിലുകളും അതേപോലെ തന്നെ കുറച്ച് കീടനാശിനിയും കൊണ്ട് പോകുന്നതും ഇത് മിക്സ് ചെയ്ത് അവിടെ ഇരുന്നിങ്ങായിട്ട് മദ്യപിച്ച് മരിച്ചു പോകുന്നതും. പിന്നെ ഈ ഒരു ധനുഷ് കുമാർ മരിക്കാൻ പോകുന്നതിന് മുൻപ് 2 വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാളുടെ അമ്മക്കായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്, രണ്ടാമത്തത് ഈ ഒരു അനിത എന്ന് പറയുന്ന ആളുടെ ഭാര്യക്കായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു വോയിസ് മെസ്സേജ്. ആ വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് നീ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയാമെന്നുള്ളൊരു തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അതായത് നീ നിൻ്റെ സിസ്റ്ററിനിലൂടെ ബ്രദറായിട്ടുള്ള അൻപുമായിട്ട് പ്രണയത്തിലാണെന്നും അതേപോലെ തന്നെ നിങ്ങൾ സ്ഥിരം കാണാറുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാനാണല്ലോ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു വിലങ്ങ് തടിയാവാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല, ഞാൻ പോവാണ്, അപ്പോൾ നീ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് ആയിരുന്നു ആൾ അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു അനിതയെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുന്നതും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു അനിതയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് വേറെയും കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാകുന്നത്. സത്യപ്രകാശ് എന്നായിരുന്നു അനിതയുടെ ബ്രദറിൻ്റെ പേര്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആൾ ഗോമതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗോമതിയുടെ ബ്രദറാണ് അൻപു. ഈ കല്യാണം ഉറപ്പിക്കുന്ന ടൈമിൽ അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കാണുകയാണ്. അതായത് അൻപുവും അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും. അങ്ങനെ അവർക്കിടയിൽ ഒരു പ്രണയം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ അവരുടെ ബ്രദറും സിസ്റ്ററും തമ്മിൽ കല്യാണം കഴിച്ചേക്കാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ കല്യാണം കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇവർ പ്രണയിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രണയം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പം അതിനുശേഷം ഇവരുടെ പ്രണയം കൂടുതലായിട്ട് ദൃഢമാവുകയാണ്. ഉള്ള വർഷങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അറ്റാച്ച് ആവുകയാണ്. അതായത് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇടക്കിടക്ക് തൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി നിൽക്കുന്നത് സ്ഥിരമാക്കുകയാണ്. അങ്ങനെ പോയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അൻപിനെ കാണാൻ പറ്റുമല്ലോ. അൻപാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഇവരുടെ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടുകാരെ അറിയാതെ ഇവർ കറങ്ങാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രണയം അത്രത്തോളം എന്താ പറയുക, അത്രത്തോളം ഇവർ അടുക്കുകയാണ്. ഇവർ പിരിയാൻ പറ്റാത്ത രീതിയിൽ അടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനിതക്ക് ഒരു 10-23 വയസ്സാകുന്നതും അതേപോലെ തന്നെ കല്യാണാലോചനകളും മറ്റുമൊക്കെ വരുന്നതും. എന്നാൽ അനിത ഇതെല്ലാം തന്നെ റിജക്റ്റ് ചെയ്ത് വിടുകയാണ്. ഏത് പ്രൊഫൈൽ കണ്ടിട്ടുണ്ടെങ്കിലും അനിതക്ക് ഇഷ്ടാവുന്നില്ല. പിന്നെ അനിതക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ്റെ കാര്യം വീട്ടിൽ പറയാനൊരു ബുദ്ധിമുട്ട്. കാരണം ആ പയ്യനും ആ സമയത്ത് ഏകദേശം അത്രയും തന്നെ പ്രായമുള്ളൂ. കറക്റ്റായിട്ട് ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം നോക്കാനുള്ള ഒരു സെറ്റപ്പ് ആവാത്തത് കൊണ്ട് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അനിതക്ക് മനസ്സിലായി. എന്നാലും അനിത ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് പോലും ചെയ്തില്ല കേട്ടോ. ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം ഒരു എന്താ പറയുക തിങ്ക് പോലും ചെയ്തില്ല. അതിന് പകരം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനിതയും അൻപും കൂടെയും ഒരു പ്ലാൻ ഇടുകയാണ്. അതായത് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് പോലെ തന്നെ ഞാൻ ഒരു കല്യാണം കഴിക്കാം,
എന്നിട്ട് എന്താ പറയുക, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു വിദേശത്ത് ജോലിയുള്ള ഒരാളോ അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം ലീവിന് വരുന്ന ഒരാളെയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളിടയ്ക്ക് മാത്രം സഹിച്ചാൽ പോരെ, ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു ഈ ഒരു അനിത അൻപിൻ്റെ അടുത്ത് പറഞ്ഞത്. അൻപതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന കറക്റ്റ് ടൈമിലാണ് ഈ ഒരു പട്ടാളക്കാരൻ്റെ ആലോചന വരുന്നത്, ധനുഷ് കുമാറിൻ്റെ. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഓക്കെ എനിക്ക് പട്ടാളക്കാരൻ മതി എന്നുള്ളത്. രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പട്ടാളക്കാരൻ്റെ ഭാര്യ ആവാന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് പാരൻസ് പറഞ്ഞു ഇതൊരു ആർമിക്കാരനാണ്, ഇവരെ വേണോ എന്നുള്ളത് പാരൻസ് ഈ ഒരു അനിതയുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ അനിതയാണ് ആ സമയത്ത് എനിക്ക് ആർമിക്കാരനെ മാത്രം മതി എന്നുള്ളൊരു രീതിയിൽ ഒറ്റക്കാലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇവിടെ ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അനിതയുടെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പയ്യൻ അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടും, താനും തൻ്റേതായിട്ടുള്ള രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നോക്കുക. എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ, എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല എന്നുള്ളൊരു കാര്യം അതും ഇതൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ഈ ഒരു അനിതയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ധനുഷ് കുമാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ആൾ നാട്ടിലെന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളത് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു. അതായത് അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ ഭാര്യയ്ക്ക് തോന്നിയ പോലെ ഒന്നും പോവില്ലല്ലോ, തന്നെ സ്നേഹിച്ച് തൻ്റെ കൂടെ നിന്നോളൂല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ആളുടെ ലീവ് കഴിഞ്ഞ ഒരു സമയത്ത് ആൾ ഇതേപോലെ തന്നെ എയർപോർട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ആൾ അവിടെ എത്തേണ്ട ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ നാട്ടിൽ നിന്നത്. അതായത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആൾ ജസ്റ്റ് എയർപോർട്ടിൽ പോയിട്ട് ആൾക്ക് പറ്റാണ്ട് ആൾ തിരിച്ചു വരികയായിരുന്നു, തിരിച്ച് ജോലിക്ക് പോകാന്നുള്ളൊരു മൈൻഡിൽ പോയിട്ട്. അങ്ങനെ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ സമയത്താണ് ആൾ ഇത്തരത്തിലുള്ളൊരു കടുങ്കൈ ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറിയുടെ അവസാനം ഇങ്ങനെയൊക്കെ ആവുകയാണ്. വളരെ രഹസ്യമായിട്ട് തൻ്റെ കാമുകനുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടുപോകാനായിരുന്നു അനിത കരുതിയിരുന്നത്. എന്നാൽ അത് നടന്നില്ല. ഇതറിഞ്ഞ ഈ ഒരു ധനുഷ് കുമാർ ആണെന്നുണ്ടെങ്കിൽ പ്രതികരിച്ചത് ഈ ഒരു രീതിയിലുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കഥയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.